ഹായ്, ഞാൻ ഡോക്ടർ ആഷിഖ് മമ്മു, ചീഫ് ഡിസൈനർ മെരാ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്റ്റ്. ഇന്ന് ഞങ്ങൾ മീഡിയ വൺ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ചാലോട്, അതായത് എയർപോർട്ടിനടുത്തായിട്ട് മുരുകേശൻ എന്ന് പറഞ്ഞ ആൾക്ക് ചെയ്ത 3000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം, ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, അതുപോലെ തന്നെ 2 കിച്ചൺ, ഇതൊക്കെ ചേർന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ചാലോട് ജംഗ്ഷനിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം മാറിക്കൊണ്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിലോട്ട് നാം കയറി വരുമ്പോൾ ഇവിടെ വീട് ഒരുപാട് പിറകോട്ട് മാറിക്കൊണ്ട്, എന്നാൽ വീടിന് തൊട്ട് മുൻപിലായിട്ട് വലിയൊരു സ്ഥലം മാറ്റി നിർത്തിക്കൊണ്ടാണ് വീട് പണിതത്. എങ്കിലും വീട്ടുകാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഏരിയ മാത്രം ലാൻഡ്സ്കേപ്പിന് വേണ്ടി മാറ്റിയെടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലം കൃഷി ആവശ്യങ്ങൾക്കും മറ്റും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എലിവേഷനാണ് നാം ഇവിടെ കാണുന്നത്. തികച്ചും മോഡേൺ ശൈലിയിലേക്ക് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു എലിവേഷൻ പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലോട്ടിൻ്റെ വിഡ്ത്തിനനുസരിച്ച് എലിവേഷൻ മാക്സിമം വലിപ്പം കൂട്ടിക്കൊണ്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണിലേക്ക് വീടിൻ്റെ മാക്സിമം വലിപ്പം എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം കാർപോർച്ചിൽ കാണുന്ന ഒരു വേവ് ഡിസൈനും, അതുപോലെ തന്നെ അതിൻ്റെ പിറകിലായിട്ട് നമുക്ക് അപ്സ്റ്റെയർ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഫോമൽ ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് കുറച്ചുകൂടെ ഉയർത്തി കൊടുത്തുകൊണ്ട് അവിടെ ഗ്ലാസ് വിൻഡോസൊക്കെ കൊടുത്തുകൊണ്ട് ആ റൂഫ് എടുത്ത് കാണിക്കുന്ന രീതിയിൽ അത് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ റൂഫിൽ കേബിൾ റൂഫ് കൊടുത്തുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചെരിച്ച് കൊടുത്തുകൊണ്ട്, അതായത് വിഡ്ത്ത് ലെഫ്റ്റ് സൈഡിൽ വീടിൻ്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഹൈറ്റ് തോന്നിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുൻവശത്തേക്കും പിറകുവശത്തേക്കും ആയിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് പാറ്റേൺ ആണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വീട്ടിലോട്ട് വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ, അതായത് കാർ പോർച്ചും അതിനോട് ചേർന്നുള്ള വരാന്തയും അതൊക്കെ മാക്സിമം ആ ഓപ്പണിംഗ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ കാർ പോർച്ച് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഈ പ്ലോട്ടിൻ്റെ വിഡ്ത്തിൻ്റെ സൈസ്, അതായത് വിഡ്ത്ത് കുറവായത് കൊണ്ട് തന്നെ വരാന്ത പ്ലേസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മധ്യത്തിലായിട്ടാണ്. കാരണം ഒരു സൈഡിലോട്ട് വരാന്ത കൊണ്ടുപോകുമ്പോൾ പ്രൈവസിയുടെ, കാരണം വീട് ഏകദേശം പ്ലോട്ടിൻ്റെ 2 സൈഡിലേക്കും കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ വരാന്ത ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ പ്രൈവസിക്ക് കുറവുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വരാന്ത സെൻറ്ററിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ക്ലൈമറ്റിന് നമുക്കറിയാം നല്ല മഴച്ചാറലും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വരാന്തയുടെ സ്റ്റെപ്പിന് മുൻപിലായിട്ട് 2 തൂണുകളൊക്കെ കൊടുത്തുകൊണ്ട് മാക്സിമം അതിൻ്റെ കവറേജ്, റൂഫിൻ്റെ കവറിങ് കൊടുത്തുകൊണ്ട് അവിടെ വരാന്തയിലൊട്ടും മഴച്ചാറിലൊന്നും തട്ടാത്ത രീതിയിലേക്ക് സേഫ്റ്റി ആക്കിക്കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ എലിവേഷൻ്റെ മറ്റൊരു സൈഡാണ് നമുക്ക് ഇവിടെ ഈ ക്ലാഡിംഗ് സ്റ്റോണ് വിരിച്ചുകൊണ്ട് കാണുന്ന കിച്ചൺ ഏരിയ. നമുക്ക് വീട് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ വരാന്തയും കാർ പോർച്ചും മുൻവശത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ കുറച്ച് പിറകോട്ട് മാറിക്കൊണ്ട് അതിന് നാം ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു ക്ലാഡിംഗ്, അതായത് 2 നിലയിലും കൂടെ ചേർന്നുള്ള ഒരു ക്ലാഡിംഗ് സ്റ്റോണ് ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനെ മാക്സിമം ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ മുരുകേശൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എങ്കിലും അദ്ദേഹം നല്ല തിരക്കുള്ള, നല്ല ബിസിനസ് പരമായിട്ട് നല്ല തിരക്കുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വീടിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്, എനിക്ക് ഈ തിരക്കിലിടക്ക് ഈ ഒരു വീടിൻ്റെ വർക്കുമായിട്ട് ഇടപെടാനുള്ള സമയം അധികം ഉണ്ടാവില്ല. നിങ്ങൾ മെറിയ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പ്, കോട്ടയാട് വർക്ക്, അതുപോലെ ഗേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അണ്ടറിൽ നിന്നുകൊണ്ട്
നിർമ്മിച്ച് ചെയ്തു തരണം എന്നുള്ള ഒരു ആവശ്യം. അതനുസരിച്ചാണ് ഈ വീട് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെയും ഫാമിലിയുടെയും ഉദ്ദേശത്തിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചത്. എൻ്റെ പേര് മുരുകേശനാണ്. ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നിട്ട് ഏകദേശം ഒരു 30 കൊല്ലം കഴിഞ്ഞ് നമുക്കൊരു വീട് എടുക്കണം വിചാരിച്ച്, അതുപോലെ തന്നെ വീടെടുക്കുക മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു കേരള സ്റ്റൈൽ പോലത്തെ ഉള്ള ഒരു അടിപൊളി വീടെടുക്കാൻ വിചാരിച്ച് അങ്ങനെ വന്നിട്ട് മനസ്സിൽ വിചാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു കാതർക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നടന്നിട്ടുണ്ട്. അവർ പറഞ്ഞതുകൊണ്ട് പിന്നെ ആസിഖ് മുഹമ്മദ് സാർ കണ്ട് ഇങ്ങനെ വീടിൻ്റെ പണി തുടങ്ങണം സാറങ്ങളാണ് പറഞ്ഞു. സാർ പറഞ്ഞ നല്ല പ്ലാൻ കാണിച്ചു തന്നു നമുക്ക്. ഇത് മൊത്തം 40 സെൻറ്റാണ് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന സ്ഥലം. ഈ നീളത്തിൽ കിടക്കുന്ന സ്ഥലത്തിൽ നല്ല ഒരു വീടെടുക്കാൻ വിചാരിക്കുമ്പോൾ ആ സാറോട് പറഞ്ഞ് നല്ലൊരു ഭംഗിയായിട്ട് ഒരു വീടെടുക്കാൻ പറഞ്ഞ് ഈ സ്ഥലത്തിന് കണക്കായിട്ട് സേഫായിട്ട് കാണിട്ട് ആ വീടിൻ്റെ കുറേ പ്ലാനെല്ലാം കാണിച്ചു കൊടുത്ത് ആ പ്ലാനും ഈ വീടെടുത്ത് സാറിൻ്റെ എല്ലാ പണിയും ഭംഗിയായിട്ട് തീർത്തന്ന് ആ സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയത്തേക്കാളും അവർ വേഗം പണിയും തീർത്തു കൊടുത്തു. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 40 സെൻറ്റ് റെക്റ്റാങ്കുലർ ഷേപ്പ്, അതായത് വീതി കുറഞ്ഞ് നീളം കൂടിയിട്ടുള്ള ഫ്രണ്ടേജ് വീതി കുറഞ്ഞിട്ടും അതുപോലെ ബാക്കോട്ട് നീളം കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ പ്ലോട്ട് കാണാൻ വരുന്ന സമയത്ത് ഈ 40 സെൻറ്റ് പ്ലോട്ട് ഉണ്ടെങ്കിലും ആ 40 സെൻറ്റിന് കറക്റ്റായിട്ടുള്ള ഒരു വിഡ്ത്ത് ഫ്രണ്ടേജ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. പക്ഷേ ഈ സ്ഥലം വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി വീട് കുറച്ച് പിറകോട്ട് മാറ്റിക്കൊണ്ട് ഫ്രണ്ടേജ് അദ്ദേഹത്തിന് ഒരു ബിസിനസ് ആവശ്യത്തിന് ഓഫീസോ മറ്റ് ബിൽഡിങ്ങോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആ പ്ലോട്ട് മാറ്റി വെക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ച് അതനുസരിച്ചാണ് ഈ വീട് കുറച്ച് പിറകോട്ട് മാറ്റി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മുരുകേശൻ സാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിന് വ്യക്തമായ റിക്വയർമെൻറ്റ്, അതായത് അദ്ദേഹം ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലെ വീടിൻ്റെ അകത്തളത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് ഒരു വരാന്ത വേണം, അതുപോലെ തന്നെ വിശാലമായ ഒരു സെൻട്രാൾ വേണം, 5 ബെഡ്റൂം വേണം, പിന്നെ കിച്ചൺ അദ്ദേഹത്തിൻ്റെ വൈഫിന് 2 കിച്ചൺ തന്നെ വേണം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു റിക്വയർമെൻറ്റും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് പൂജാ റൂം, 5 ബെഡ്റൂം, അതുപോലെ തന്നെ 2 കിച്ചൺ, വിശാലമായ സെൻട്രാൾ, ഇതൊക്കെ ചേരുന്നതായിരിക്കണം ഈ 3000 സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെട്ട വീട് എന്നുള്ളത്. ഈ ഒരു വരാന്ത, അതായത് നമുക്ക് കേരള സ്റ്റൈലിൽ ലോങ് വരാന്തയൊന്നും കൊടുക്കാൻ ഈ പ്ലോട്ടിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു വരാന്ത വളരെ ഷോർട്ടായി കൊടുത്തുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് പുറത്തെ ഗേറ്റ് കാണണം, അതുപോലെ വീടിൻ്റെ അകത്തളത്തിൽ നിന്ന് കഴിഞ്ഞാലും പുറം ഗേറ്റൊക്കെ കാണുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തപ്പോൾ ആ വരാന്ത കുറച്ചുകൂടെ ഹൈലൈറ്റ് ആവുന്നതിന് കേരള സ്റ്റൈലിൽ വുഡൻ ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് ഡോറിനോടും അതുപോലെ തന്നെ ജനലിനോടും ചേർന്ന് വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വരാന്ത, അതായത് ഹാൻഡ് റെയിലിന് പകരം ഒരു സെറ്റ്, അതായത് ഒരു ഇരിപ്പിടം കൊടുത്തുകൊണ്ട് അത് ഹാൻഡ് റെയിലാക്കി എടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു മെയിൻ ഡോറ് കൊടുത്തുകൊണ്ട് അതോട് ചേർന്ന് തന്നെ ഇത്രയും ഏരിയ, അതായത് ബ്രിക്ക് വർക്ക് കൊടുത്തുകൊണ്ട് പിന്നീടൊരു ജനൽ കൊടുത്തു. അതിനുശേഷം ആ കേരള സ്റ്റൈലിലുള്ള ഒരു ക്ലാഡിങ്ങിന് വേണ്ടി ഇത് കംപ്ലീറ്റ് ഒരു യൂണിറ്റ് ആക്കി എടുത്തുകൊണ്ടാണ് ചെയ്തത്. നമുക്ക് കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു യൂണിറ്റ് ആയിട്ടാണ് ഫീൽ വരുന്നത്. പക്ഷേ ഒരു കട്ടലയും അതുപോലെ തന്നെ ഒരു ജനലും കൂടെ കൊടുത്തുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തളത്തോട്ട് കയറാം. വീട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫോയർ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഫോയർ സ്പേസ്, അതുപോലെ ഡൈനിങ്, ലിവിങ്, ഫാമിലി ലിവിങ്, ഇതൊക്കെ ഒരു ഓപ്പൺ സ്പേസ് ആയിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ മുരുകേശൻ സാറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസ് തമിഴ്നാടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സൊക്കെ നാട്ടിലോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് മാത്രമേ തിരിച്ചുപോളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് കൂടിച്ചേരാനും അതുപോലെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത്. ഈ ഒരു സ്പേസ് ഈ വീടിൻ്റെ ഒരു ഫോർമൽ ലിവിങ് ഏരിയ ആണ്. ഇത് ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ടാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മുകളിലത്തെ ലിവിങ് സ്പേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ ലിവിങ് സ്പേസ് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്.
ഫാമിലിയാണ്. പിന്നെ ഇത് എൻ്റെ വൈഫ് തമിഴരസി. പിന്നെ എനിക്ക് 3 കുട്ടികളുണ്ട്. നമ്മൾ വന്നിട്ട് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വീട്ടിന് പിന്നെ പൂജമുറികളല്ലേ, പൂജമുറിയും പിന്നെ ഒരു അടുക്കളയും വേണം പറഞ്ഞ്. സാർ പറഞ്ഞ് പൂജമുറി അങ്ങനെ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലെ അങ്ങനെ മാത്രമല്ല പോയ സാർ നമുക്ക് വന്നിട്ട് വാസ്തു വേറെ പൂജമുറി വേണം, പിന്നെ അടുക്കള വീടും പറഞ്ഞ്. പിന്നെ സാർ പറഞ്ഞ് നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു നല്ല ഒരു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പൂജമുറി നമുക്ക് ചെയ്ത് കൊടുത്ത്. അത് ഭാര്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അതുമാത്രമല്ല അടുക്കള അതിനെക്കാട്ടി വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക്. നല്ല സ്പേസും എല്ലാം, നല്ല കബോർഡ് എല്ലാം, അതിൻ്റെ പണിയെല്ലാം തീർത്ത് കൊടുത്തു. മറിയ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഏത് ഡിസൈൻ ചെയ്യുമ്പോഴും ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ മാക്സിമം ഡേ ലൈറ്റ് വീട്ടിനകത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ നാച്ചുറൽ എയറിനെ വീടിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതനുസരിച്ചാണ് ഈ വീടിൻ്റെ ക്രോസ് പാസിങ്, അതായത് ക്രോസ് വെന്റിലേഷൻ കൊടുത്തതും, അതുപോലെ ലിവിങ് റൂമിലായാലും നമുക്ക് താഴെയും അതുപോലെ മുകളിലും ഒക്കെ ആയിട്ട് ഗ്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് മാക്സിമം ലൈറ്റ്, ഡേ ലൈറ്റിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഫോമൽ ലിവിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ ഡൈനിങ് അല്ലെങ്കിൽ കിച്ചൺ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഗേറ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ, മുൻവശത്തെ ഗേറ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ മാർബിളിൻ്റെ, അതായത് കഡ്നി സ്റ്റോൺ, അതാണ് ഇവിടുത്തെ ഈ ഫ്ലോറിങ് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിളിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്ലോറിങ് മെറ്റീരിയലാണ് ഈ കഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ഒരു കളർ, പിസ്ത കളർ, അതിൻ്റെ ഒരു നാച്ചുറൽ കളർ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്ത് കയറുമ്പോൾ വലിയ സ്പേസ് ആയിട്ട് വേണം ചോദിച്ച് സാറോട് പറഞ്ഞു, മാമുക്ക് സാറോട് പറഞ്ഞ്. പിന്നെ സാറ് പറഞ്ഞ് പ്ലാനെല്ലാം കാണിച്ചു കൊടുത്ത്. പിന്നെ നമുക്ക് പ്ലാനെല്ലാം ഇഷ്ടപ്പെട്ട്. പിന്നെ സാറ് പറഞ്ഞ് പിന്നെ വീട് പണി തുടങ്ങാൻ വേണ്ടി വീട് പണിയാൻ തുടങ്ങി. പിന്നെ അകത്ത് കയറുമ്പോൾ എല്ലാം സ്പേസും കിട്ടി. പിന്നെ വീട്ടുകൂടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടുകൂടെ കഴിഞ്ഞ് എല്ലാ നാട്ടിൽ നിന്ന് കുറേ ആൾ വന്ന് വീട് എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്പെട്ടത്. അകത്ത് നാട്ടിൽ നിന്ന് കുറേ ആൾ വന്നാലും കിടക്കാനുള്ള സൗകര്യവും, നല്ല ബെഡ്റൂം, വലിയ ബെഡ്റൂം, ഹാള്, പിന്നെ ലിവിങ് റൂം, ഡൈനിങ് ഹാള് എല്ലാം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് സ്വന്തം സാറോട് നന്ദി പറഞ്ഞു. ഈ ഒരു വീടിൻ്റെ സെൻട്രലിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ഫോമൽ ലിവിങ്, അതുപോലെ തന്നെ ഡൈനിങ്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലോട്ട് വരുമ്പോഴാണ് ബെഡ്റൂം, അതുപോലെ തന്നെ പൂജാ റൂം, ഫാമിലി ലിവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ധാരാളം ഗസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ 2 സെക്ഷനായിട്ടാണ് വീട് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതോട് ചേർന്ന് തന്നെ മോഡുലാർ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, ഇങ്ങനെ 2 കിച്ചണും, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ അടിഭാഗം യൂസ് ചെയ്തുകൊണ്ട് അവിടെ നല്ലൊരു വാഷ് കൗണ്ടറും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് സ്ഥിതി ചെയ്യുന്നത്. വീട് ഡോറ് തുറന്ന് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഫോമൽ ലിവിങ് ഏരിയ നിൽക്കുന്നത്. ഇതിൽ മുരുകേഷ് സാറിൻ്റെ വൈഫിന് പ്രത്യേകിച്ച് ഞാൻ ഈ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ സംസാരിച്ച് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂജാ സ്പേസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതനുസരിച്ചാണ് ഈ വീടിനൊരു പൂജാ റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പൂജാമുറി നമ്മൾ ചോദിച്ചതുപോലെയാണ് സാറ് വെച്ച് കൊടുത്തത്. ഗേറ്റ് മുമ്പിലിരുന്ന് വരുമ്പോൾ വിളക്ക് കാണാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് അവരോട്. അതുപോലെയാണ് ആക്കി കൊടുത്തത്. നല്ല ഫോട്ടോ എല്ലാം പ്ലാൻ ചെയ്ത് അവർ തന്നെ എല്ലാം കബോർഡെല്ലാം ആക്കി കൊടുത്ത്, അതുപോലെ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചോദിച്ചത്. എല്ലാം ഇഷ്ടപ്പെട്ട്. അതുപോലെ പിന്നെ വാതിലും നല്ല ഇങ്ങനത്തേതാണ് നമ്മൾ ചോദിച്ച് ഇങ്ങനെയാണ് വേണ്ടത്. പൂജാമുറി ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല ഒരു വൃത്തിക്കാണ്. ഇവിടെ 3000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം വീടായതുകൊണ്ട് തന്നെ
കിച്ചൺ 2 കിച്ചൺ, അതായത് വലിയൊരു കിച്ചൺ എന്നുള്ള നിലക്കല്ല മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതായത് വർക്കിംഗ് കിച്ചണിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു മോഡുലാർ കിച്ചണാണ് ഇവിടെ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഡൈനിങ്ങിൽ നിന്നും തികച്ചും പ്രൈവസി കിട്ടുന്ന രീതിയിൽ, അതായത് മെയിൻ ഡോർ തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് വശത്ത് ഇവിടെ മോഡുലാർ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ. ഈ 2 കിച്ചൺ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മുൻവശത്തെ ഗേറ്റ് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെല്ല് ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടുകാർക്ക് ഈ 2 കിച്ചണിൽ നിന്ന് കഴിഞ്ഞാലും അതുപോലെ സെൻട്രലിൽ നിന്നാലും ഒക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ണൂർ പോയിട്ട് പിന്നെ ഒരു ദിവസം അവരെ കാണാൻ പോയി. അന്നേരം അവർ ചോദിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് എല്ലാം ചോദിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത്, പിന്നെ അവരെ പ്ലാനും കാണിച്ചു കൊടുത്ത്, ഇങ്ങനെയാണ് വീടിൻ്റെ ഇത് വരുമെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു കൊടുത്ത് നമ്മൾ ആണ് പറഞ്ഞ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യം അടുക്കളയിൽ ആക്കിയും കൊടുത്ത്, കബോർഡും അതുപോലെ എല്ലാ പാത്രങ്ങളും എല്ലാം വെക്കാനും നല്ല ഇഷ്ടപ്പെട്ടതാണ്. കാരണം എനിക്ക് പഴയ വീട്ടിൽ ഉള്ളത് അടുക്കള എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ പാത്രങ്ങളെല്ലാം പുറത്ത് തന്നെ ഞാൻ വെച്ചേക്കും. ഇങ്ങനെ കബോർഡ് ആക്കിയിട്ട് അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നിന്നത്. പിന്നെ ഞാൻ വീട് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അടുക്കളയാണ് മെയിനായിട്ട് വേണ്ടത്, നല്ല സൗകര്യമാക്കി കൊടുക്കണം. അടുക്കള, പൂജാമുറി, ബാക്കി ബാത്റൂം അങ്ങനത്തെ കാര്യമാണ് വേണ്ടത് എന്നെല്ലാം ഇവരോട് പറഞ്ഞ്, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെയാണ് അവർ എഞ്ചിനീയർ എല്ലാം അതുപോലെ ആക്കി കൊടുത്ത് എല്ലാ സൗകര്യം. എനിക്ക് അടുക്കള ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ. ഈ വീടിൻ്റെ 2ാമത്തെ സെക്ഷനിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ 2ാമത്തെ സെക്ഷനിൽ 2 ബെഡ്റൂം, അതുപോലെ പൂജാ റൂം, ഫാമിലി ലിവിങ്, വർക്കിംഗ് സ്പേസ്, ഇങ്ങനെ ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഈ വീടിൻ്റെ 2ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ തികച്ചും വീട്ടുകാർക്ക് പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ ആ വീട്ടിലോട്ട് കയറുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ല ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പടിഞ്ഞാറ് വശം, നേരെ പിറകുവശം പടിഞ്ഞാറ് വശം ആയതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റ് വീട്ടിനകത്തേക്ക് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പെർഗോളകളൊക്കെ കൊടുത്ത് ഗ്ലാസ്സുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ടോട്ടൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീട്ടിൽ താഴത്തെ നിലയിൽ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കിടക്കുന്നത്. ഇതിൽ 2 ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഡ്രസ്സിങ് ഏരിയ, അതുപോലെ ടോയ്ലറ്റ് ഏരിയ, ഇങ്ങനെ ഇതൊക്കെ ചേർന്ന് കൊണ്ടുള്ള ഓരോ ബെഡ്റൂമുകളും മാക്സിമം സ്പേഷ്യസ് ആയിക്കൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ്. വീടിൻ്റെ സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. സാധാരണ വീട്ടിൽ കാണുന്ന ഒരു സാധാരണ സ്റ്റെയർ കേസാണ് ഈ സ്റ്റെയർ കേസ്. എങ്കിലും അതൊരു ഭംഗിക്ക് വേണ്ടി സ്റ്റെയറിൻ്റെ മൗത്ത് പീസ്, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു ഏരിയ മാത്രം ഒരു പ്രത്യേക രീതിയിൽ കർവ് ചെയ്ത് എടുത്തുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ പഴയ വീട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് പിന്നെയും കുറച്ചുകൂടെ സ്പേസ് ആയിട്ടുള്ളത്. ഇവിടെ ആകുമ്പോൾ പിന്നെ ഓപ്പൺ സ്പേസ് എല്ലാം. പിന്നെ രണ്ടാമത് ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഫുള്ള് ഓപ്പൺ സ്പേസ് വന്ന് എല്ലാവരുടെയും പുറത്ത് എല്ലാം നോക്കാൻ പറ്റും. ജനലിങ്ങനെ ഫുള്ള് ജനലും കാര്യങ്ങളായതുകൊണ്ട് മുകളിൽ പോയാലും ആരെങ്കിലും ഇപ്പോൾ അറിയാത്ത ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആരോടായാലും മുകളിൽ നിന്നായാലും എവിടെ നിന്നായാലും ഈ വീട്ടിൻ്റെ ഏത് മൂലയിൽ നിന്നായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ് ഇവിടെ. സാധാരണ നമുക്ക് സ്റ്റെയർ കേസ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന രീതിയിലാണ് സാധാരണ വീടുകളിൽ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ആ സ്റ്റെയർ, താഴെ നിന്ന് വരുന്ന സ്റ്റെയർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കൂടെ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് കൂടിച്ചേരലുകളോ അങ്ങനെയുള്ള പാർട്ടികളോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ടെറസായിട്ട് മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള നേരിട്ടുള്ള ഒരു ആക്സസ് എന്നുള്ള നിലക്കാണ് ഈ സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കൊടുക്കുവാൻ കാരണം. നാം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തുടങ്ങി ഈ സ്റ്റെയർ കേസ് ഫസ്റ്റ് ഫ്ലോറിൽ അവസാനിക്കുന്നത് അവിടെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. അതൊരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കും.
അതോട് ചേർന്ന് തന്നെ ഈ ലിവിങ് ഏരിയയിൽ നമുക്കിവിടെ ഒരു TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ബെഡ്റൂം, ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഈ ഹാളിൽ നിന്ന് 3 ബെഡ്റൂമിലേക്കും അതുപോലെ ഒരു ബാൽക്കണി സ്പേസ്, അതുപോലെ തന്നെ നേരിട്ട് നമുക്ക് താഴത്തെ ഫോമൽ ലിവിങ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻട്രൽ ഹാള് അവിടെ നിന്ന് നമുക്ക് നേരിട്ട് നോക്കി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. മേലെ വന്നിട്ട് 3 ബെഡ്റൂം ഉണ്ട്. എനിക്ക് 3 കുട്ടികളുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഇപ്പോൾ താമസിക്കേണ്ട ഒരു പ്രശ്നമില്ല. ഇനി കുട്ടികൾ വലുതായിട്ടാകുമ്പോൾ അവർ വേണ്ടി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വലിയ ബെഡ്റൂമുള്ളേ, അതുകൊണ്ടാണ് ആ 3 ബെഡ്റൂം ആക്കി അവർക്ക് സെപ്പറേറ്റ് ആക്കി കൊടുത്ത്. ഇനി ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അവർക്ക് അവിടെ കട്ടിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവർ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ബാക്ക് സൈഡും പടിഞ്ഞാറ് ഭാഗത്തും ഒരു പാൽക്കണിയുണ്ട്, പിന്നെ കിഴക്ക് ഭാഗത്തും ഒരു പാൽക്കണിയുണ്ട്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്, അതായത് നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് അതുപോലെ കാർ പോർച്ച് ഇതൊക്കെ മുകളിലത്തെ നിലയിലോട്ട് വരുമ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ ഫോയർ സ്പേസ്, താഴത്തെ നിലയിൽ കാണുന്ന ഫോയർ സ്പേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുകളിലത്തെ നിലയിൽ ബാൽക്കണി എടുത്തിരിക്കുന്നത്. ഇവിടെ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഒരു ഇരുത്തിയൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ വരാന്തയുടെ റൂഫ്, അതുപോലെ വലതുവശത്തോട്ട് നോക്കുകയാണെങ്കിൽ കാർ പോർച്ചിൻ്റെ റൂഫ്, അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് മുകളിലത്തെ ഒരു ഈ ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ബാൽക്കണിയോട് ചേർന്ന് തന്നെ താഴത്തെ നിലയുടെ വരാന്തയുടെ റൂഫ് സ്ലാബ് ഓപ്പൺ ടെറസ് ഉണ്ട്, അതുപോലെ തന്നെ കാർ പോർച്ചിൻ്റെ ഓപ്പൺ ടെറസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സേഫ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വരാന്ത, അതായത് ഈ ബാൽക്കണി പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടി ഹാൻഡ് റെയിൽ കൊടുക്കാതെ ഇവിടെ ഒരു അരഭിത്തി കെട്ടിക്കൊണ്ട് ഫാമിലി മെമ്പേഴ്സിന് ഇരിക്കാനും പുറം കാഴ്ചകൾ കാണാനും കഥകൾ പറയാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമാക്കി ഇത് എടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മൾ മറിയ ഗ്രൂപ്പിൽ ഏൽപ്പിച്ചോളനെ എന്താ പറയുക, അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും ആരായാലും ഇവിടെയൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞത്, ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടുവന്ന രീതിയിലാണ്. അതായത് അതുകൊണ്ട് എന്താ പറയുക, ആഷിഖ് സാറിന് ഞാനിവിടെ നന്ദി പറയുന്നു. ഓരോ സ്ഥലത്തും ഞങ്ങൾ മറിയ ഗ്രൂപ്പ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അവിടുത്തെ ക്ലയൻറ്റിൻ്റെ താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ഇതിന് പുറമെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അവിടെ ആ സ്ഥലത്ത് വീട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുകൂടെ കണക്കിലെടുത്തുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തൊക്കെ നോക്കി അവിടെ വീട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഭംഗിയുണ്ടാവും ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് വീടുകൾ ഞങ്ങൾ മറിയ ഗ്രൂപ്പ് നിർമ്മിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മറിയ ഗ്രൂപ്പ് മുരുകേശൻ എന്നയാൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിവിടെ കണ്ടത്. വീണ്ടും അടുത്ത വീടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.